Hello friends, welcome back. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് മസാല റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് പത്തിരിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് ട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ഇവിടെ 600 ഗ്രാം ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തുള്ളത് ഒരു സവാള, പിന്നെ 2 തക്കാളി അരിഞ്ഞത്, 4 പച്ചമുളക്, 20 ചെറിയ ഉള്ളി അരിഞ്ഞത്. കുക്കർ എടുത്തിട്ട് ഇതിലോട്ട് ബീഫും പിന്നെ ബാക്കി സവാള, തക്കാളി, പച്ചമുളക്, ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുക്കറൊന്ന് മൂടിയിട്ടതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 4-5 വിസിൽ വന്നാൽ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേറെ പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ബീഫിൻ്റെ കറി നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം. ബീഫിൻ്റെ കറിയൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 5 ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ടൊന്ന് ബീഫ് നന്നായി ഒന്ന് മൊരിഞ്ഞ് വരണം. ബീഫ് ഇതാ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. സാധാരണ ഫ്രൈ ചെയ്യണ പോലെ ചെയ്യണില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. അങ്ങനെ ബീഫ് ഒന്ന് വേറെ പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ആ സെയിം പാനിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലോട്ട് 2 വലിയ സവാള അരിഞ്ഞത് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർക്കേണ്ടത് 4 പച്ചമുളക്, ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് നല്ല ഫ്രഷ് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുക. ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ബീഫ് വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് ഇളക്കി കൊടുക്കാൻ. പിന്നെ സവാള നന്നായി വാടി വരേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറിയാൽ മതി കേട്ടോ. സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നേരത്തെ മാറ്റി വെച്ച ബീഫ് ഒന്ന് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ ഗരം മസാല. നേരത്തെ 1 ടീസ്പൂണ് ബീഫ് വേവിക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്യാൻ. ഏകദേശം ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ബൗളിലേക്കൊന്ന് മാറ്റാം. പിന്നെ എല്ലാവരും വീട്ടിൽ എന്തായാലും ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ എന്തായാലും ബാക്കി ഉണ്ടാവും. അപ്പോൾ പിറ്റേ ദിവസം പത്തിരിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വറ്റിച്ചിട്ട് സവാളൊക്കെ വറ്റി ഒന്ന് ചെയ്താൽ, സവാള അധികം വാടരുത്, എന്നിട്ട് ഉണ്ടാക്കിയാൽ തന്നെ സവാളനെ കഴിക്കാൻ എന്താ ടേസ്റ്റ് എന്നറിയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫാമിലീസിനും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ല റെസിപ്പിയുമായി കാണാം.